नमस्ते सरस्वती दैवे गौरवाणि प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणि जय श्री कृष्ण चैतन्य प्रभु नित्यानंद प्रिय द्वैत गदाधर शिवाचार्य गौर भक्तवृंद हरे कृष्णा 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 हरे हरे राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय दूरनिताय जय दूरनिताय गौरनिताय जय दूरनिताय निताय गौर हरि बोल हरि बोल निताय गौर हरि बोल निताय गौर हरि बोल हरि बोल निताय गौर हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ ഹരി ഓം തത്സത്. ഹരികൃഷ്ണ, എല്ലാവർക്കും മറ്റൊരു ശ്രീമദ് ഭാഗവതം സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് प्रभु दंड प्रणाम। ദണ്ഡപ്രണാമം മഹർഷി. ഒരു സെക്കൻഡ്. ശരി. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 7 ശ്ലോകം 40. സൂത ഉവാച एवं परीक्षदा धर्म पार्था कृष्णेन चोदिता नैश्चन्दन्तुं गुरुसुदं यद्यव्यात्महनं महान्. सूत उवाच एवं परीक्षदा धर्म पार्था कृष्णेन चोदिता नैश्चन्दन्तुं गुरुसुदं यद्यव्यात्महनं महान्. सूत उवाच एवं परीक्षदा धर्म पार्थ कृष्णेन चोदिताः नैश्चन्दन्तुं गुरुसुदं यद्यप्यात्महनं महान्. हरे कृष्ण. വിവർത്തനം. ജയശ്രീല പ്രഭുപാദ്. സൂതഗോസ്വാമി അരുളി ചെയ്തു, അർജുനന്റെ ധർമ്മത്തെ പരീക്ഷിക്കാനായി ഭഗവാൻ കൃഷ്ണൻ ദ്രോണപുത്രനെ വധിക്കാൻ അർജുനനെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും തന്റെ കുടുംബാംഗങ്ങളെ നിഷ്ഠൂരമായി വധിച്ച ഘാതകനാണെങ്കിൽ തന്നെയും മഹാത്മാവായ അർജുനൻ അവനെ വധിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ്. അർജുനൻ ഒരു ശ്രേഷ്ഠാത്മാവാകുന്നു. അത് ഇവിടെ തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദ്രോണപുത്രനെ വധിക്കാൻ സ്വയം ഭഗവാൻ തന്നെ അർജുനനെ പ്രേരിപ്പിച്ചുവെങ്കിലും അശ്വത്ഥാമാവ് അയോഗ്യനും എല്ലാവിധ നിന്ദ്യമായ പ്രവൃത്തികളും ചാപല്യത്തോടെ ചെയ്തവനെങ്കിൽ തന്നെയും മഹാനായ സ്വന്തം ആചാര്യന്റെ പുത്രനായ അവനോട് കാരുണ്യപൂർവ്വം പെരുമാറേണ്ടതാണെന്ന് അർജുനൻ കരുതി. അർജുനന്റെ കർത്തവ്യബോധത്തെ പരീക്ഷിക്കാനായി ശ്രീകൃഷ്ണ ഭഗവാൻ ബാഹ്യമായി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന് അർജുനന്റെ കർത്തവ്യബോധത്തെക്കുറിച്ച് അറിവില്ലെന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ കർത്തവ്യബോധത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ഭക്തരെ ഇപ്രകാരം പരീക്ഷണ വിധേയരാക്കാറുണ്ട്. ഗോപികമാരെയും ഇത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്താറുണ്ട്. പ്രഹ്ലാദ് മഹാരാജാവിലും ഇത്തരം പരീക്ഷണങ്ങൾ ഭഗവാൻ പ്രയോഗിച്ചു. താന്താങ്ങളുടേതായ ഭഗവത് പരീക്ഷണങ്ങളിൽ എല്ലാ പരിശുദ്ധ ഭക്തന്മാരും വിജയീഭവിക്കുന്നു. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശ താരിണി.
जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर शिवासर गौर भक्त वृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഓം തത്സത്. അപ്പോ ശുദ്ധ ഗോസ്വാമി ഇവിടെ പറയുകയാണ്, ഏവം പരീക്ഷതാ ധർമ്മം. ഭഗവാൻ ഇവിടെ എന്താണ്, അർജുനനെ പരീക്ഷിക്കുകയാണ്. പരീക്ഷതാ ധർമ്മം. പാർത്ഥ കൃഷ്ണേന ചോദിത. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ശ്ലോകം. ഇവിടെ ഇപ്പൊ നമുക്കും ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പരീക്ഷണങ്ങളൊക്കെ തരും. അതിൽ നമ്മൾ വിജയിച്ച് കാണിക്കണം. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്, അല്ലെ? ചിലപ്പോ നമ്മൾ വീണു. എന്താണ് അവന്റെ മനസ്സിലിരിപ്പ്? മനസ്സിലിരിപ്പൊക്കെ ഭഗവാന് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനാണ്, അല്ലെ, ഭഗവാന്റെ താല്പര്യം. ദ്രോണാചാര്യന്റെ മകനെ കൊല്ലാൻ തന്റെ കർത്തവ്യം പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടും മഹാത്മാവായ അർജുനൻ തന്റെ കുടുംബാംഗങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയെങ്കിലും അവനെ കൊല്ലാനുള്ള ആശയം ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഭഗവാൻ നമ്മളെ പല ഇങ്ങനെ ഈ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കും, അല്ലെ? ഇവൻ എന്താ ചെയ്യുന്നത് നോക്കട്ടെ, ഇവൻ എന്താ ചിന്തിക്കുന്നത്, ഇവൻ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്, അല്ലെ? നോക്കട്ടെ, ഇവൻ എന്തുമാത്രം ഭക്തനാണ്. അതാണ് ഭഗവാൻ, അല്ലെ? ഇങ്ങനെ നമ്മളെ കളിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് മാറി നിന്നിട്ട് നോക്കും. ഇവിടെ ഭഗവാൻ നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ അശ്വത്ഥാമവിനെ നിരവധി കുറ്റങ്ങളുടെ പേരിൽ കൊല്ലാൻ അർജുനനെ ഉപദേശിച്ചു. ഭഗവാൻ എന്താ പറഞ്ഞു? കൊല്ലണേ അവനെ എന്നാണ്. ഇവനെ കൊല്ല, അവനെ ബാക്കി വെച്ചേക്കരുത്, അവൻ അത്രയും ഹീനനാണ്, അത്രയും വൃത്തികെട്ടവനാണ്, അല്ലെ? ബ്രഹ്മബന്ധുവാണ്. എന്താണ്, ബ്രാഹ്മണനല്ല, ബ്രഹ്മബന്ധു എന്ന് പറഞ്ഞു, അല്ലെ? ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മബന്ധു എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ല. അവൻ നികൃഷ്ടനാണ്. അത്രയും നികൃഷ്ടനായതുകൊണ്ടാണ് ബ്രഹ്മബന്ധു എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവൻ ബ്രഹ്മബന്ധുവാണ്. തല്ലിക്കൊല്ലവനെ, കൊന്നുകളവും, ബാക്കി വെച്ചേക്കരുതെന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞു, അല്ലെ? ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അല്ലെ? അപ്പോ എന്നിട്ട് ഭഗവാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, അവൻ എന്താ ചെയ്യുന്നു നോക്കട്ടെ, അല്ലെ? പക്ഷെ അർജുനന്റെ തീരുമാനം അവിടെ ശരിയായിരുന്നു. നൈശ്ചന്തും ഗുരുസൂതം. അശ്വത്ഥാമാവ് കുറ്റവാളിയാണെങ്കിലും അവനെ കൊല്ലണം. പക്ഷേ എന്റെ മക്കളെയോ ഞങ്ങളുടെ മക്കളെയോ അവൻ കൊന്നതിനാൽ ഞാൻ അവനെ കൊല്ലാൻ പോകും. ഞങ്ങള് വളരെയധികം ദുഃഖിതനാണ്. അർജുനൻ ചിന്തിക്കുന്നതല്ല, അല്ലെ? ഞങ്ങൾ എല്ലാവരും, പാണ്ഡവരെല്ലാവരും തന്നെ വളരെയധികം ദുഃഖിതരാണ്. അതിനാൽ ഞാൻ അശ്വത്ഥാമാവിനെ കൊന്നാൽ പിന്നെയാണ് ആലോചിക്കുന്നത്, അവന്റെ അമ്മ അവിടെയുണ്ട്, അല്ലെ? അവര് വളരെ അസന്തുഷ്ടരായിരിക്കും. ആത്മീയ ഗുരുവിന് വേണ്ടി ഗുരു ദ്രോണാചാര്യ യുദ്ധത്തിൽ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു, അല്ലെ? പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. ദ്രോണാചാര്യരുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. ദ്രോണാചാര്യരുടെ ഭാര്യയുടെയും കുഞ്ഞാണ് ഈ അശ്വത്ഥാമാവ്, അല്ലെ? അതിനാൽ ദ്രോണാചാര്യന്റെ ഭാര്യയുടെ ദുഃഖം കണക്കിലെടുക്കുമ്പോൾ അർജുനനും ദ്രൗപദിയും, അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായി. ആ വ്യക്തി കുറ്റവാളിയാണ്, ആര്? അശ്വത്ഥാമ എന്നല്ല, മറിച്ച് അയാളെ കൊന്നതിന്റെ ഫലം എന്തായിരിക്കും അത് പരിഗണിക്കേണ്ടത്. അതാണ് അവർ നോക്കുന്നത്, അല്ലെ? ഭക്തന്മാരങ്ങനെയാണ്. അവര് വളരെ മേഴ്സിഫുൾ ആണ്. അവർ ആർക്കും ഉപദ്രവം ചെയ്യാനായിട്ട് ഒരു താല്പര്യവും അവർക്ക് ഉണ്ടാവില്ല. ആർക്ക്? ശുദ്ധ ഭക്തന്മാർ, അല്ലെ? ഭഗവാന്റെ ഭക്തന്മാർ, ഭഗവാന്റെ സന്തത സഹചാരിയായിട്ടുള്ളവർ. അവർക്ക് ആർക്കും വേറൊരാളിനെ വിഷമിപ്പിക്കാനായിട്ട് യാതൊരു താല്പര്യവും കാണും, അല്ലെ? കാര്യം ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാം ഭഗവാൻ തന്നെയാണ്, അല്ലെ? കൃഷ്ണൻ അദ്വൈജ്ഞാനം, പരമമായ സത്യം. കൃഷ്ണനും അദ്ദേഹത്തിന്റെ നാമവും അദ്ദേഹത്തിന്റെ ഭവനവും അദ്ദേഹത്തിന്റെ ഭക്തരും അദ്ദേഹത്തിന്റെ എല്ലാം നാമരൂപ ഗുണലീല പരികര വൈശിഷ്ടം എല്ലാം ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. എന്താണ്? ആരാധ്യോ ഭഗവാൻ ബ്രജേശ തനയ തദ്ധാമ വൃന്ദാവനം. ബ്രജേശ തനയ, അല്ലെ? ബ്രജേന്ദ്രനന്ദന, യശോദനന്ദന, പാർത്ഥസാരഥി, അല്ലെ? അങ്ങനെ പല പേരുകളുണ്ട് ഭഗവാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭഗവാൻ ഭയങ്കര സന്തോഷമാണ്, അല്ലെ? തന്റെ ഭക്തന്റെ നാമത്തോടൊപ്പം കേൾക്കാനാണ് ഭഗവാൻ താല്പര്യം. പാർത്ഥസാരഥി, യശോദാനന്ദന, അല്ലെ? ബ്രജേന്ദ്ര നന്ദന, കേട്ടിട്ടില്ലേ, അല്ലെ? അപ്പോ അതൊക്കെ അങ്ങനെ കേൾക്കാനാണ് ഭഗവാന് താല്പര്യം. ആരുടെ? ഭക്തന്മാരുടെ പേരുമായി ചേർത്ത് വെച്ച്. അതാണ് ഭഗവാന്റെ ആ ഒരു 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 സവിശേഷത, അല്ലെ? ഭഗവാൻ എല്ലാവരുടെയും പിതാവാണ്, അല്ലെ? അഹം ബീജം പ്രതാപിത, പിതാ പിതാ പറയും, അല്ലെ? ആർക്കാണ് അദ്ദേഹത്തിന്റെ പിതാവാൻ കഴിയുക?
ആർക്കും അദ്ദേഹത്തിന് പിതാവാകാൻ കഴിയില്ല. എന്നിട്ടും അദ്ദേഹം ഒരു പിതാവിനെ സ്വീകരിക്കും, അല്ലെ? കൂടാതെ അദ്ദേഹം തന്റെ പിതാവിന്റെ പേരിൽ വിളിക്കപ്പെടണമെന്ന് അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, അല്ലെ? നന്ദ, നന്ദ, നന്ദനന്ദനൻ, നന്ദകിശോര, അല്ലെ? ഈ ഭക്തന അച്ഛനാരാണ്, ഈ പിതാവാരാണ്? അതും ഭക്തൻ തന്നെയാണ്. ബ്രജേതൻ നന്ദന ഹരി ആരാധ്യോ ഭഗവാൻ ബ്രജേശ, അല്ലെ? ഭഗവാൻ അദ്ദേഹത്തെ ഭഗവാൻ എന്നാണ് എന്താണ് അഭിസംബോധന ചെയ്യുന്നത്. ഭഗവാൻ എന്നാൽ പരമപുരുഷൻ. അപ്പോഴും പറയപ്പെടുന്നു ആരാധ്യ ഭഗവാൻ ബ്രജേശ്വരനയ, ബ്രജേശ്വരനയ. അദ്ദേഹം നന്ദ മഹാരാജാവിന്റെ മകനാണ്, ആരാധ്യോ ഭഗവാൻ, അല്ലെ? അപ്പൊ അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയും. ഭഗവാന് എന്താണ് എപ്പോഴും ഈ ഭക്തന്മാരുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കാനാണ് താല്പര്യം. അവരുടെ സന്തോഷമാണ് ആർക്ക് താല്പര്യം? ഭഗവാന്റെ താല്പര്യം. അതിന്റെ അപ്പുറത്ത് ഭഗവാൻ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഭഗവാന് തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അതിന്റെയൊക്കെ റിസൾട്ട് ആർക്ക് കിട്ടണമെന്നാണ് താല്പര്യം? അതെല്ലാം ഭഗവാൻ ഭക്തന്മാരൊക്കെ കൊടുക്കുക, അല്ലെ? ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി ഇതെല്ലാം ശാമ്പലാവാൻ. അതൊന്നും ചെയ്യാതെ എന്റെ ഭക്തന്മാർക്ക് അതിന്റെ എന്താണ് പേര് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെ? അപ്പോ അപ്പോ അതിനാല് കൃഷ്ണാബോധമുള്ള, പൂർണ്ണമായ അർപ്പണബോധമുള്ള, അന്യാഭിലാഷിത ശൂന്യം വെച്ചിട്ട് ഇത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനം ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ പ്രവർത്തിയത്, അല്ലെ? ജ്ഞാനം കഴിഞ്ഞാൽ ഭക്തിയുടെ ഘട്ടമുണ്ട്. ജ്ഞാനമില്ലാതെ ഭക്തി കനിഷ്ഠ അധികാരിയാണ്. ജ്ഞാനമില്ലാത്ത പക്ഷി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അമ്പലത്തിൽ വരുന്ന ആൾക്കാരെ പോലെയാണ്. അവർക്ക് ഇതൊന്നും അറിയത്തില്ല. ജ്ഞാനത്തോടെ, അല്ലെ, ഉത്തമ അധികാരിയാണ്. ജ്ഞാനത്തോടെ ചെയ്യുന്ന ഭക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉത്തമ അധികാരിയാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആരാണ്, അല്ലെ, നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ അറിയുന്നതാണ് ജ്ഞാനം, അല്ലെ? ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാണെന്നൊക്കെ അറിയുന്നതാണ് ജ്ഞാനം. അങ്ങനെ ആ ജ്ഞാനത്തോടു കൂടി നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ അതാണ് ഉത്തമ അധികാരിയുടെ, അല്ലെ? ചൈതന്യ ചരിതാമത്തിൽ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിട്ടുണ്ട്, അല്ലെ? ഒരാൾ ഉന്നത ഭക്തനാണെങ്കിൽ എല്ലാ നല്ല ഗുണങ്ങളും അവന് ദൃശ്യമാകുന്നതാണ് ആശയം. യാസ്തി ഭക്തി ഭവതി അകിഞ്ചന, ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. അകിഞ്ചന, അവന് മറ്റൊരു ആഗ്രഹവുമില്ല. അകിഞ്ചന ഭക്തി, അതായത് ഇപ്പൊ ഒരു സ്വാർത്ഥമായിട്ടുള്ള ഭക്തി അല്ല എന്നർത്ഥം, അല്ലെ? അത് ശുദ്ധമായിട്ടുള്ള ഭക്തിയാണ്. അതായത് ഞാനിപ്പോ എന്തെങ്കിലും ഭക്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എനിക്കിത് കിട്ടണം എന്നുള്ള താല്പര്യത്തിലല്ല അത് ചെയ്യുന്നു, അല്ലെ? എന്താണ് നിസ്വാർത്ഥമായിട്ടുള്ള താല്പര്യമാണ്, നിസ്വാർത്ഥമായിട്ടുള്ള ഭഗവത് സേവനം. ഇവിടെ കൃഷ്ണൻ ഉപദേശിക്കുന്ന എന്താണ്? ആനുകൂല്യേന കൃഷ്ണാനുശീലനം പരീക്ഷിത, അല്ലെ? ഇവിടെ എന്താണ് അർജുനനെ പരീക്ഷിക്കുകയാണ്. കൃഷ്ണൻ പരിശോധിക്കുന്നത് പോലെ അതുപോലെ അർജുനനും വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നു. കൃഷ്ണൻ അശുദ്ധമായി കൊല്ലാൻ പ്രോത്സാഹിപ്പിച്ചെങ്കിലും ഞാൻ ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് അവൻ എന്നെ കാണാൻ ആഗ്രഹിച്ചു, അല്ലെ? എന്ന് അവനറിയാമേ. ഇതും ഭക്തർക്കിടയിൽ മത്സരമുണ്ട്. ദുലഗ്യേ ഹുര ഹുരി, അല്ലെ, എന്ന ചൈതന്യ ചരിതാമൃതത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാധയ്ക്കും കൃഷ്ണനും ഇടയിൽ രാധാറാണിയെ കാണുന്നതിലൂടെ കൃഷ്ണൻ ഉന്മേഷഭരിതനാകുകയും കൃഷ്ണനെ കാണുന്നതിലൂടെ രാധാറാണി കൂടുതൽ സുന്ദരിയാകുകയും ചെയ്യും, അല്ലെ? നമ്മളതെല്ലാം ചൈതന്യ ചരിതാമൃതത്തിൽ വായിച്ചിട്ടുണ്ട്. ദുലഗ്യേ ഹുര ഹുരി, മത്സരമാണ്. ഇത് ചൈതന്യ ചരിതാമൃതത്തിന്റെ 4-ാം അധ്യായത്തിൽ വിവരിച്ചു. അതിനാൽ ഇത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള അതീന്ദ്രിയമായ കളിയാണ്. അത് നിർവിശ്വാസവാദമല്ല. അവൻ അങ്ങനെ എന്റെ ശുദ്ധഭക്തനാണെന്ന് ഭഗവാൻ കാണാൻ ആഗ്രഹിക്കും. ഭക്തൻ, അല്ലെ, ഭക്തനും കാണാൻ ആഗ്രഹിക്കും. കൃഷ്ണനിൽ നിന്ന് ഞാൻ ഒന്നും സ്വീകരിക്കും, കൃഷ്ണന് വേണ്ടി ഞാൻ എല്ലാം ത്യജിക്കും. അതാണ് ദുലഗ്യേ ഹുരഹരി. അതാണ് അതാണ് കൃഷ്ണൻ. ഭഗവാനാണെങ്കിലും എന്റെ ഭക്തനെ എങ്ങനെ സേവിക്കാൻ പറഞ്ഞ് നടക്കുക, അല്ലെ? അവന്റെ തേരാളിയാവണോ? നോ പ്രോബ്ലം, ഞാൻ ആവാം, അല്ലെ? അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇപ്പം. അപ്പൊ അർജുനൻ കൃഷ്ണനെ അവരെ ഇവിടെ പരിശോധിക്കുകയാണ്. കൃഷ്ണൻ തന്റെ ഭക്തരെ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെ? അവൻ എത്ര ഉറച്ച ഭക്തനാണ്. പണ്ടവരെ പോലെ അവര് വളരെയധികം കഷ്ടങ്ങളിൽ അകപ്പെടുത്തി. അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു, അപമാനിക്കപ്പെട്ട ഭാര്യയെ നഗ്നയാക്കാൻ ശ്രമിച്ചു. ഒരിക്കലും പാണ്ഡവർ ഒരിക്കലും കൃഷ്ണ നീ ഞങ്ങളുടെ സുഹൃത്താണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നത്, അല്ലെ, എന്ന് പാണ്ഡവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അല്ലെ? നമ്മളാണെങ്കിലും ഒരു 2 റൗണ്ട് ജപിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിരുന്ന്, അല്ലെ, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്ന് ഭഗവാനെ നോക്കിയിട്ട് വെറുതെ ചീത്ത പറയും. ഞാൻ 2 മാല എല്ലാ ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നീ എനിക്ക് ഇങ്ങനെയാണല്ലോ തന്നതെന്ന്, അല്ലെ? പക്ഷേ കൂടെ നടക്കുന്ന, അല്ലെ, എപ്പോഴും സഹവാസിയായിട്ടുള്ള ഭഗവാനോട് പാണ്ഡവർ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. നമുക്ക് എന്തിനാണ് ഇത്രയും കഷ്ടപ്പാടുകൾ തരുന്നതെന്ന് ഭഗവാനോട് ചോദിച്ചിട്ടില്ല. അവർക്ക് നന്നായിട്ട് അറിയാം, അല്ലെ, ദിവ്യോത്തമ പുരുഷനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവരൊരിക്കലും ചോദിച്ചിട്ടില്ല. ഇത് അതാണ് ശുദ്ധഭക്തി, അല്ലെ? അവരൊക്കെ ശുദ്ധ ഭക്തന്മാരാണ്.
കൃഷ്ണന് എപ്പോഴും അവരോടൊപ്പമുണ്ട്. കൃഷ്ണന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ടും അവർ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല, കുന്തിയോ പാണ്ഡവരോ അതെ, ഇതാണ് ശുദ്ധമായ ഭക്തി. ഒരു ശുദ്ധഭക്തൻ ഒരിക്കലും കൃഷ്ണനിൽ നിന്ന് ഒന്നും എടുക്കാൻ ശ്രമിക്കില്ല. അവനെല്ലാം കൃഷ്ണന് നൽകാനാണ് ശ്രമിക്കുക. അതിനാൽ ദ്വി ലഗ്യ പുര പുരി. ഇപ്പോൾ ഭക്തനും ഭഗവാൻ കൃഷ്ണനും തമ്മിലുള്ള ഒരു പരീക്ഷണം അല്ലെ, ഇത് അർജുനൻ പരീക്ഷയിൽ വിജയിച്ചു. അതുകൊണ്ടാണ് ഏവം പരീക്ഷിത ധർമ്മം പാർത്ഥകൃഷ്ണേന കൂടിത എന്ന് പറയുന്നത്. സാധാരണക്കാരനല്ല, കൃഷ്ണനാണ് അദ്ദേഹത്തെ, അർജുനനെ പരിശോധിക്കുന്നത്. പക്ഷേ അർജുനൻ പരീക്ഷയിൽ വിജയിച്ചു. എന്തുകൊണ്ട്? നൈശ്ചന്തും ഗുരുസുതം. കൃഷ്ണൻ അത് ചെയ്യും ചെയ്യൂ എന്ന് പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും അത് ചെയ്യാൻ അയാൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ. നൈശ്ചന്തും ഗുരുസുതം യദ്യപ്യാത്മ ഹനം മഹാൻ. എന്നിരുന്നാലും അവൻ ഏറ്റവും വലിയ കുറ്റവാളിയാണ് അല്ലെ. ആര്? ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും അവർക്ക് എന്താണ് അർജുനനോട് അല്ലല്ല, ആരോടാണ് അല്ലെ, ഈ സ്വന്തം മക്കളെ മുഴുവൻ കൊല ചെയ്ത ആ ദുഷ്ടനോട്, അശുദ്ധമാവിനോട് അല്ലെ, അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് തോന്നി. അതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലെ. നമുക്കത് പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്കത് എന്നാണോ പറ്റുന്നത് അന്ന് നമുക്കറിയാൻ പറ്റും നമ്മൾ ആ ശുദ്ധ ലെവലിലേക്ക് എത്തിയെന്ന്. അതാണ് അതിന്റെ തെളിവ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ശുദ്ധഭക്തനാണോ അല്ലയോ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ നമ്മളെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷമിപ്പിക്കുമ്പോൾ അവരോടൊക്കെ ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, യെസ് അല്ലെ. അങ്ങനെ ഒരു ചിന്ത വന്നാൽ, അങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ അവരോട് ക്ഷമിക്കാനുള്ള ഒരു താല്പര്യം നമുക്ക് തോന്നിക്കഴിഞ്ഞാല് നമ്മൾ രക്ഷപ്പെട്ടു എന്നർത്ഥം. അതായത് നമ്മൾ ആ ലെവലിലേക്ക് എത്തി എന്നർത്ഥം. അത് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്ര എളുപ്പമല്ല, കുറച്ച് പ്രയാസമാണ്. ഒരു സെക്കൻഡ്. അതെല്ലാം ഭഗവാന്റെ എന്താണ് പരീക്ഷണത്തിലുള്ളതാണ്. ഒരു സെക്കൻഡ്. കൃഷ്ണനുമായുള്ള അർജുനന്റെ അതീന്ദ്രിയ ബന്ധം ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെതാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ അർജുനനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായി അവകാശപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും പരമാത്മാവിനോട് ഏതെങ്കിലും തരത്തിലുള്ള വാത്സല്യബന്ധത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. ദാസനായോ, സുഹൃത്തായോ, മാതാവായോ, പിതാവായോ അല്ലെ, ദാമ്പത്യ സ്നേഹത്തിന്റെ ഒരു വസ്തുവായോ, അങ്ങനെ ഭക്തിയോഗ പ്രക്രിയയിലൂടെ ഒരാൾ ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്താൽ ആത്മീയ മണ്ഡലത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ സഹവാസം ആസ്വദിക്കാൻ കഴിയും. അശ്വത്ഥാമാവിനെ ഭഗവാൻ തന്നെ അപലപിച്ചു. അർജുനൻ അദ്ദേഹത്തെ ഒരു കുറ്റവാളിയെ പോലെയാണ് പരിഗണിച്ചത് അല്ലെ, ഒരു ബ്രാഹ്മണന്റെയോ അധ്യാപകന്റെയോ മകനെ പോലെയല്ല. എന്നാൽ ശ്രീമതി ദ്രൗപദിയുടെ മുമ്പാകെ കൊണ്ടുവന്നപ്പോൾ തന്റെ പുത്രന്മാരെ കൊന്നതിൽ അവൾ ദുഃഖിച്ചിട്ടും കൊലപാതകി തന്റെ മുമ്പാകെ ഉണ്ടായിരുന്നിട്ടും ഒരു ബ്രാഹ്മണനോ ബ്രാഹ്മണന്റെ മകനോ സാധാരണയായി നൽകുന്ന അർഹമായ ബഹുമാനം പിൻവലിക്കാന് ദ്രൗപദിക്ക് കഴിഞ്ഞില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ സൗമ്യ സ്വഭാവം മൂലമാണിത്. ഒരു വർഗം എന്ന നിലയിൽ സ്ത്രീ ഒരു ആൺകുട്ടിയേക്കാൾ മികച്ചതല്ല. അതിനാൽ അവർക്ക് പുരുഷനെ പോലെ വിവേചനപരമായ ശക്തിയില്ല. ദ്രോണാചാര്യന്റെയോ ബ്രാഹ്മണന്റെയോ അയോഗ്യനായ മകനാണ് അശ്വത്ഥാമാവ് അല്ലെ എന്ന് അശ്വത്ഥാമാവ് തെളിയിച്ചു. ഇക്കാരണത്താൽ ഏറ്റവും വലിയ അധികാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ അപലപിക്കുകയും ചെയ്തു. എന്നിട്ടും ഒരു സൗമ്യമായ സ്ത്രീക്ക് ഒരു ബ്രാഹ്മണനോടുള്ള അവളുടെ സ്വാഭാവിക മര്യാദ പിൻവലിക്കാൻ കഴിഞ്ഞില്ല. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ. അവർക്ക് അപ്പോൾ ആ ഒരു വിദ്വേഷം വന്ന് ഇവനെ കൊന്നുകളയെന്ന് ഭർത്താവിനോട് ആരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തീർക്കും അല്ലെ. അവിടെ റെഡിയായി നിൽക്കാൻ ആൾക്കാർ. പക്ഷേ ആര് പറഞ്ഞില്ല? ദ്രൗപദി അത് പറഞ്ഞില്ല. ഇന്ന് വരെ ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരു സ്ത്രീ ബ്രാഹ്മണ ജാതിയോട് ശരിയായ ബഹുമാനം കാണിക്കുന്നു. ഒരു ബ്രാഹ്മണ ബന്ധു എത്ര അധപ്പതിച്ചവനും നീചനുമാണെങ്കിലും എന്നാൽ പുരുഷന്മാർ ബ്രഹ്മബന്ധുക്കൾക്കെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കും. അവർ നല്ല ബ്രാഹ്മണരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരും എന്നാൽ പ്രവൃത്തിയിൽ ശൂദ്രരേക്കാൾ താഴ്ന്നവരും. ഈ ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക പദം വാമസ്വഭാവ എന്നാണ്. സ്വഭാവത്താൽ സൗമ്യനും അല്ലെ, സൗമ്യനാണ്.
ഒരു നല്ല പുരുഷനോ സ്ത്രീയോ എന്തും വളരെ എളുപ്പത്തിൽ സ്വീകരിക്കുന്നു. പക്ഷെ ശരാശരി ബുദ്ധിശക്തിയുള്ള പുരുഷൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്തായാലും സൗമ്യത കലർത്താൻ വേണ്ടി നാം നമ്മുടെ യുക്തിയും വിവേചന ശക്തിയും ഉപേക്ഷിക്കരുത്. ഒരു കാര്യത്തെ അതിന്റെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ ഒരാൾക്ക് നല്ല വിവേചന ശക്തി ഉണ്ടായിരിക്കും. ഒരു സ്ത്രീയുടെ സൗമ്യ സ്വഭാവം പിന്തുടരരുത്. അതുവഴി യഥാർത്ഥമല്ലാത്തത് സ്വീകരിക്കരുത്. അശുദ്ധമായ നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീ ബഹുമാനിച്ചേക്കാം, എന്നാൽ അതിനർത്ഥം അവനൊരു യഥാർത്ഥ ബ്രാഹ്മണനെ പോലെ നല്ലവനാണെന്നല്ല. അല്ലേ? അപ്പോൾ സ്ത്രീയുടെ സ്വഭാവം വളരെ സൗമ്യവും പുരുഷന്റെ സ്വഭാവം വളരെ ശക്തവുമാണെന്ന് ഇതിനർത്ഥം. അതാണ് വ്യത്യാസം. അതിനാൽ വേറെ സംസ്കാരം അനുസരിച്ച് സ്ത്രീ വളരെ ലളിതരായതിനാൽ അവരെ സംരക്ഷിക്കണം. അവരെ വളരെ എളുപ്പത്തിൽ നന്മയിലേക്ക് നയിക്കാനും കഴിയും. കൂടാതെ അവരെ വളരെ എളുപ്പത്തിൽ മലിനമാക്കാനും കഴിയും. സ്വഭാവം അനുസരിച്ച് അവർ വളരെ ലളിതമാണ്. അതിനാൽ ശാസ്ത്രം പറയുന്നു, കുട്ടിയെ പോലെ ഒരു കുട്ടിയുടെ സ്വഭാവം തുടക്കം മുതൽ തന്നെ രൂപപ്പെടുത്തിയാൽ അയാൾക്ക് ഒരു മഹാനായ പുരുഷനാകാൻ കഴിയും. അതാണ് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞത്. എന്താണ്? 5 വയസ്സിലെ അവർക്ക് കൃഷ്ണാബോധം കൊടുക്കണമെന്ന്. അല്ലെ? നമ്മളൊക്കെ വിചാരിക്കുന്നത്, ഭക്തന്മാരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ച്, കർമ്മികളൊക്കെ വിചാരിക്കുന്നത് അതൊക്കെ ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് മതിയല്ലോ എന്നാണ്. അല്ലെ? അപ്പത്തേന് വളരെ ലേറ്റ് ആയിരിക്കും. എന്ത് ഗ്യാരണ്ടിയാണ് നമ്മൾ 60 വയസ്സ് വരെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത്? അല്ലെ? അപ്പൊ അതാണ് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞത്. എന്താണ്? 5 വയസ്സ് മുതല് ഒരു കുട്ടിയെ കൃഷ്ണാബോധത്തില് വളർത്തണമെന്നാണ്. അവന് ആ നാമജപത്തിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇപ്പൊ നമ്മുടെ കുട്ടികളെ അല്ലെ, എന്ത് രസമായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്, എന്ത് രസമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് മറ്റുള്ള കുട്ടികളെ കാണുന്ന ഭയങ്കര ഐക്യു കൂടുതലാണ്, ഒരുപാട് ഐക്യു കൂടുതലാണ്. കാര്യം എന്താണ്? അവർ ജപിക്കുകയും ഭഗവാന്റെ നാമം പറയുകയും പിന്നെ അവർ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും അല്ലെ, അവർ സാത്വികരാവുകയും പിന്നെ അവർക്ക് എന്താണ് ഈ സത്സംഗത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ആ ഐക്യു കൂടുന്നത്. പ്രത്യേകിച്ച് ജപം അല്ലെ, ജപം വളരെയധികം ഉപയോഗം അവർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഭാവിയിലേക്കുള്ള ഒരു നല്ല ഒരു എന്താണ് ഒരു ജനറേഷൻ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ കൃഷ്ണാബോധത്തിൽ കൊണ്ടുവന്നേ മതിയാവും. കൃഷ്ണാബോധത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അവര് ഭഗവാൻ നോക്കിയോളൂ അല്ലെ. അവർ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവർ ഭഗവാന്റെ കുഞ്ഞുങ്ങൾ. അവര് അതുപോലെ വളരെ സുരക്ഷിതമായിട്ട് വളരെ നല്ല നിലയിൽ അവർ പോവുകയും ചെയ്യും അല്ലെ. അപ്പൊ അതാണ് ഒരു കുട്ടിയുടെ സ്വഭാവം തുടക്കം മുതൽ തന്നെ രൂപപ്പെടുത്തിയാൽ അയാൾക്ക് ഒരു മഹാനായ പുരുഷനാകാൻ കഴിയും. അതുപോലെ ഭർത്താവിനോട് എങ്ങനെ പൗത്രതയും വിശ്വസ്തതയും പുലർത്തണമെന്ന് നമ്മൾ ആദ്യം മുതൽ തന്നെ സ്ത്രീയെ പരിശീലിപ്പിച്ചാൽ അവർക്ക് വളരെ നല്ല അമ്മയാകാൻ കഴിയും, കുടുംബത്തിൽ വളരെ നല്ല ആസ്തിയാകും. അതിനാൽ വേദ സാഹിത്യത്തിൽ ഒരു പുരുഷനെ എങ്ങനെ പരിശീലിപ്പിക്കണം, ആൺകുട്ടിയെ എങ്ങനെ പരിശീലിപ്പിക്കണം, പെൺകുട്ടിയെ എങ്ങനെ പരിശീലിപ്പിക്കണം എന്നതിനെ കുറിച്ച് മതിയായ വിവരങ്ങൾ ഉണ്ട്. അങ്ങനെ ഭാവിയിൽ അവർക്ക് സന്തുഷ്ടരാകാൻ കഴിയും. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം കൃഷ്ണനുമായി എങ്ങനെ ബന്ധപ്പെടാം എന്നതാണ് അല്ലെ. കൃഷ്ണനുമായി എങ്ങനെ ബന്ധപ്പെടുത്താം, നമ്മുടെ ജീവിതം കൃഷ്ണനുമായി എങ്ങനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോകാം എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം അല്ലെ. അതാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് ആത്യന്തികമായി തഥോ ബ്രഹ്മ ജിജ്ഞാസ, കൃഷ്ണനെ അഥവാ വിഷ്ണുവിനെ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന്. പക്ഷെ നമ്മൾ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരാര് പറയും, അവര് ചോദിക്കും അല്ലെ, ഈ കൃഷ്ണൻ ആരാണ് അല്ലെ, എന്താണ് ഈ കൃഷ്ണൻ അല്ലെ, കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? ഇത്രയധികം ചോദ്യങ്ങൾ വേദാന്ത സൂത്രത്തിൽ അരുതോ ബ്രഹ്മ ജിജ്ഞാസയിൽ ആ ചോദ്യം ശുപാർശ ചെയ്യുന്നു. അതാണ് ജീവിതം. അതിനാൽ എന്താണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ കൃഷ്ണനെ അഥവാ വിഷ്ണുവിനെ കുറിച്ച് എങ്ങനെ അന്വേഷിക്കണമെന്ന് പരിശീലിപ്പിക്കണം. ആധുനിക നാഗരികതയിൽ അവർക്ക് അത് അറിയില്ല. അവർക്ക് അല്ലെ, ആധുനിക നാഗരികതയിൽ മാത്രമല്ല മുൻകാലങ്ങളിലും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ കുടുങ്ങിയവർ അഹങ്കാര വിമൂഢാത്മ ജീവിതത്തെ കുറിച്ചുള്ള ഭൗതിക സങ്കല്പം, തെറ്റായ അഹങ്കാരം, ഇതിനെ അഹങ്കാരം എന്ന് വിളിക്കുന്നു അല്ലെ. നമ്മളൊരു വ്യാജ അഹങ്കാരത്തിലായിരിക്കുമ്പോൾ എന്താണ് ഈ വ്യാജ അഹങ്കാരം? പറയാം. അതാണ് നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും കാരണം. ഫാൽസിംഗോ അഹങ്കാരം. നമ്മൾ വ്യാജ അഹങ്കാരത്തിൽ കുടുങ്ങിയാൽ, നമ്മൾ പ്രകൃതിയാൽ കുടുങ്ങിയ വിമൂഢാത്മാവാണ്. അതാണ് ബുദ്ധിമുട്ട്, വരുന്ന ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പോൾ ആ വ്യാജ അഹങ്കാരം എന്താണ്? വ്യാജ അഹങ്കാരം എന്തെന്നാൽ ഞാൻ ഈ ശരീരമാണ് അല്ലെ, അതാണ് വ്യാജ അഹങ്കാരം.
ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ അമേരിക്കക്കാരനാണ്, ഞാൻ ബംഗ്ലാദേശിയാണ്, ഞാൻ പാകിസ്ഥാനിയാണ്, അല്ലെ, ഞാൻ സിംഗപ്പൂരിനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, സന്യാസിയാണ്, അല്ലെ, ബ്രഹ്മചാരിയാണ്. അങ്ങനെയൊക്കെ പറയുന്നതാണ് എന്താണ് വ്യാജ അഹങ്കാരം, അല്ലെങ്കിൽ ഫാൾസ് ഈഗോ. ഇതില് ഒരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ്. ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം മധ്യലീലയിൽ പറയുന്നുണ്ട്. എന്താണ്? നാം വിപ്രോ ന ച നരപതിർ നാഭിവൈശ്യോ ന ശൂദ്രോ നാഹം വർണ്ണീ ന ച ഗൃഹപതിർ നാവനോസ്തോ യതിർവ കിന്തു ബ്രോധ്യാൻ നിഖില പരമാനന്ദ പൂർണ്ണാമൃതാബ്ധേർ ഗോപീ ഭർത്തു പദകമലയോർ ദാസദാസാനുദാസ. അതാണ് നമുക്ക് വേണ്ടത്. ഗോപീ ഭർത്തു പദകമലയോർ ദാസദാസാനുദാസ. ഇവിടെ എന്താ പറഞ്ഞത് ചൈതന്യ മഹാപ്രഭു? ഞാനൊരു ബ്രാഹ്മണനല്ല, ഞാനൊരു ക്ഷത്രിയനുമല്ല, ഞാനൊരു വൈശ്യനോ ശൂദ്രനോ അല്ല, പിന്നെയോ ഞാനൊരു ബ്രഹ്മചാരിയുമല്ല, അല്ലെ? ഞാനൊരു ബ്രഹ്മചാരിയാണ്. ഞാൻ ബ്രഹ്മചാരിയാണ്, ഒരു ഗൃഹസ്ഥനാണ്, അല്ലെ, വാനപ്രസ്ഥനാണ്, സന്യാസി ഒന്നുമല്ല, അല്ലെ? അപ്പൊ ഞാൻ എന്താണ്? ഞാന് കമലയോ ഒരു ദാസാനുദാസൻ, അല്ലെ? അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദാസന്റെ 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 ദാസനാണ്, അല്ലെ? അദ്ദേഹം എന്താണ്? ഗോപീ ഭർത്ത് കമലയോ, ഗോപീ ഭർത്ത് പദകമലയോ, അതായത് ഗോപികമാരുടെ എന്താണ് ആശ്രയം. അതാണെങ്കിലോ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു എന്താണ് സമുദ്രം, ഒരു എന്താണ് നെക്ടറിന്റെ ഒരു എന്താണ് മേഴ്സിയുടെ ഒരു എന്താണ് ഒരു സമുദ്രം തന്നെയാണ്, അല്ലെ? അപ്പോ അതെ, ആ ഒരു അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം, അല്ലെ? അത് ഗോപികമാർ, അല്ലെങ്കിൽ ദാസന്റെ 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 ദാസാനു ദാസ ആയിക്കഴിഞ്ഞാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ഭഗവാൻ, ഇവിടെ ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞത്? ഞാനൊരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഒന്നും അല്ലെന്നാണ് ഇതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഞാൻ ഓക്കെ, അദ്ദേഹം ചൈതന്യ മഹാപ്രഭു ഞാൻ ഇതൊന്നും അല്ലെന്നാണ് പറഞ്ഞത്. ബ്രാഹ്മണനാകുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു സന്യാസിയാകുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നുണ്ടെങ്കിലും, അതാണ് മനുഷ്യ പദവിയുടെ ഏറ്റവും ഉയർന്ന ഘട്ടം. എന്താണ്? സന്യാസം. ബ്രാഹ്മണനോ സന്യാസിയോ ആകുക. സന്യാസി എല്ലാവരുടെയും ഗുരുവായിരിക്കും. 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും, അല്ലെ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ആത്മീയ ക്രമത്തിൽ ബ്രാഹ്മണന്റെ പോലും എല്ലാവരുടെയും ഗുരു സന്യാസിയാണ്. എന്നാൽ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനോ സന്യാസിയോ അല്ല. അദ്ദേഹം അതെല്ലാം നിരസിക്കുകയാണ്, അല്ലെ? നാഹം വിപ്രോനിച്ച നരപതി നോവനോ യതി എന്നാൽ സന്യാസി എന്നാണ്. അതിനാൽ അദ്ദേഹം അതും നിരസിച്ചു. അപ്പോൾ ഇത് തെറ്റാണ്. നമ്മൾ വളരെ പണ്ഡിതനായ ഒരു ബ്രാഹ്മണനോ വളരെ പുരോഗമിച്ച സന്യാസിയോ ആണെന്ന് നമ്മൾ വളരെയധികം അഭിമാനിച്ചാലും അത് നമ്മുടെ സ്വാതന്ത്ര്യമല്ല, അല്ലെ? നമ്മള് ഇതുവരെ മുക്തനായിട്ടില്ല. നമ്മളിപ്പോഴും സ്വാഭാവിക ജീവിതത്തിലാണ്. നമ്മള് പിന്നെ എപ്പോഴാണ് നമ്മൾ മുക്തനാകുക? അത് ചൈതന്യ മഹാപ്രഭു ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. എന്താണ്? എങ്ങനെയാണ്? എപ്പോഴാണ് നമുക്ക് എന്താണ് മുക്തനാകാൻ പറ്റുക? എപ്പോഴാണ്? ഗോപി ഭർത്തു പദകമലയോർ ദാസദാസാനു ദാസ. അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതാണ് മോചനം. ഗോപി ഭർത്തു, ഗോപികമാരുടെ പരിപാലകൻ, ഗോപീജനവല്ലഭൻ. വൃന്ദാവന നിവാസികളായ ഗോപികമാരെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നതാണ് ഭഗവാൻ കൃഷ്ണന്റെ ജോലി, അല്ലെ? ഭഗവാൻ എപ്പോഴും അതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. യശോദനന്ദന, യശോദാനന്ദന വ്രജജന രഞ്ജന. നമ്മൾ കേട്ടിട്ടില്ലേ ആ കീർത്തനത്തിൽ? വൃന്ദാവനവാസി എന്ന നിലയിൽ അവർക്ക് കൃഷ്ണനെ സ്നേഹിക്കുക എന്നതല്ലാതെ മറ്റൊരു ജോലിയുമില്ല. ആർക്ക്? ഗോപികമാർക്ക്, അല്ലെ? അതുപോലെ ഗോപികമാരെയും വൃന്ദാവന നിവാസികളെയും പ്രീതിപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊരു ജോലിയും ആർക്കില്ല, ഭഗവാനും ഇല്ല. അവൻ എപ്പോഴും ഇങ്ങനെ അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞു നോക്കിയാണ് ഗോപീജന വല്ലഭൻ. അതുകൊണ്ടാണ് ഗോപീജന വല്ലഭൻ. അപ്പോൾ എന്തുകൊണ്ടാണ് കൃഷ്ണൻ വൃന്ദാവനവാസികളോട് ഇത്രയധികം അടുപ്പം കാണിക്കുന്നത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ അവരെന്താ ചെയ്യുക, അല്ലെ? നമ്മൾ ഭാഗവത്തില് പല കഥകളും വായിച്ചിട്ടുണ്ട്. തീ അല്ല, അവിടെ തീ പിടിക്കുമ്പോ അവരാരെ വിളിക്കുക? കൃഷ്ണ എന്നാ വിളിക്കുക, അല്ലെ? വൃന്ദാവനവാസികൾക്ക് കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും അറിയില്ല, വേറെ ആരെയും അറിയില്ല.
കൃഷ്ണൻ തീയെ അല്ലെ, അപ്പോ കൃഷ്ണൻ വന്നിട്ട് എന്ത് ചെയ്യും? ഭഗവാൻ വന്നിട്ട് ആ തീ അങ്ങോട്ട് വിഴുങ്ങി അവരെ രക്ഷിക്കാം. അല്ലെ, മഴ വന്നപ്പോ ഇന്ദ്രൻ മഴ പെയ്യപ്പോ എന്ത് ചെയ്തു? ഭഗവാൻ അവിടെ ഗോവർദ്ധന പർവ്വതം പൊക്കിയിട്ട് അല്ലെ അതിന്റെ അടിയിലോട്ട് വന്ന് നിന്നോളം പറഞ്ഞു. വൃന്ദാവനം കവിഞ്ഞൊഴുകാൻ പോകുമ്പോൾ കൃഷ്ണൻ ഉടനെ തന്നെ അവരുടെ രക്ഷയ്ക്കെത്തി ഗോവർദ്ധന കുന്നിനെ ഉയർത്തി എന്റെ കീഴിൽ വരൂ എന്നാണ്. അല്ലെ, അതാണ് ഗോപീജന വലം. അപ്പൊ എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും അവർക്ക് ആരുണ്ട്? അവിടെ ഭഗവാൻ സഹായത്തിനുണ്ട്. അല്ലെ, അപ്പൊ അതുപോലെ ആവണമെന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്. അല്ലെ, അതെപ്പോഴാണ് നമുക്ക് സാധിക്കുക? ആ സ്നേഹിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോ അവിടെ ഒരു ഭഗവാന് പകരം അവിടെ ഒരു വിഷ്ണു ആണ് വന്നെങ്കിൽ ഇതാരാ കൃഷ്ണനെ കണ്ടോ എന്ന് ചോദിക്കാം. അല്ലെ, അവർക്ക് കൃഷ്ണൻ മാത്രം മതി. അവരുടെ മനസ്സിൽ കൃഷ്ണനല്ലാതെ വേറെ ആരുമില്ല. അവർക്ക് കൃഷ്ണനല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. അല്ലെ, അപ്പൊ അതാണ്. എന്നാൽ കൃഷ്ണനേക്കാൾ ആരെയും സ്നേഹിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് അവരുടെ ഏക യോഗ്യത. കൃഷ്ണൻ പരമദിവ്യോത്തമ വ്യക്തിത്വമുള്ള പരമ ബ്രഹ്മ അല്ലെ പരംധാമമാണ്. ധാമനാണെന്ന് മനസ്സിലാക്കിയ അവർ കൃഷ്ണനെ അല്ലെ. പക്ഷേ അവർക്ക് അറിയാമോ ഭഗവാൻ എന്താണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡ് ആണെന്ന്? അറിയത്തില്ല. അങ്ങനെയൊന്നും അറിഞ്ഞുകൊണ്ടല്ല അവർ സ്നേഹിക്കുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അല്ലെ. പക്ഷെ കൃഷ്ണ എന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ്, അവരുടെ എല്ലാമാണ്. അവർക്ക് മറ്റാരുമില്ല ഒരു സഹായത്തിന്. അല്ലെ, അത് അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ആ ഒരു ഏക എന്താണ് ബ്രഹ്മത്തിൽ ജീവിക്കുന്നവരാണ് എന്താണ് വൃന്ദാവനത്തിലെ ഗോപികമാർ. അവർക്കത് അറിയില്ല. പക്ഷേ കൃഷ്ണനേക്കാൾ വിഷ്ണുവിനെ പോലും സ്നേഹിക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അതാണ് അവരുടെ യോഗ്യത. ഗോപീജന വല്ല. നമ്മൾ ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ പഠിപ്പിച്ചതുപോലെ ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചതുപോലെ ഗോപീഭർത്തു പാദകമലയോർ, കൃഷ്ണൻ പൂർണ്ണമായും ഗോപികമാരുടെ കീഴിലായതിനാൽ അദ്ദേഹം ഗോപികയെ പരാമർശിക്കുന്നു. ഗോപികമാരോട് അദ്ദേഹം വളരെയധികം കടപ്പെട്ടിരിക്കുന്നതിനാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കടങ്ങൾ വീട്ടാൻ കഴിയില്ല. ആര് പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞ. അത് സാധ്യമല്ല. കൃഷ്ണൻ സർവശക്തൻ, എല്ലാ ഐശ്വര്യങ്ങളും. പക്ഷെ ഗോപികമാരുടെ കടങ്ങള് വീട്ടാൻ അദ്ദേഹത്തിന് മാർഗമില്ല. ഇതാണ് ഗോപികമാരുടെ നിലപാട്. ചൈതന്യ മഹാപ്രഭു ശുപാർശ ചെയ്തു, രമ്യ കാച്ചിത് ഉപാസന വ്രജവധു വർഗേണയ കൽപ്പിത. ഗോപികമാർ ആസൂത്രണം ചെയ്തതിനേക്കാൾ മികച്ച മറ്റൊരു രീതി കൃഷ്ണനെ ആരാധിക്കാനില്ല. രമ്യ കാച്ചിത് ഉപാസന വ്രജവധു വർഗേണയ കൽപ്പിത. ഇതാണ് ഏറ്റവും ഉയർന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നു, ഗോപീഭർത്ത് പദകമലയോർ ദാസദാസാനുദാസ ഗോപീജന അല്ലെ വല്ലഭ. പാദകമലയോർ അഭയം പ്രാപിച്ചോ, ഗോപികമാരാകാൻ ശ്രമിക്കരുത്. അല്ലെ, നമുക്ക് ഗോപികമാരാകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താകാൻ പറ്റും? പലരും പറയും നമ്മൾ ഗോപികമാരെ പോലെ ഭക്തരാവണം. അങ്ങനെ ആവാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗോപികമാരുടെ താമര പൂക്കളുടെ എന്താണ് അവരുടെ പാദങ്ങളുടെ പൊടിയാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലെ, ഗോപീഭർത്ത് പാദകമലയോർ ദാസദാസാനുദാസ എന്നാണ് ചരിതാമൃതം പറയാം. ഉദ്ധവനെ പോലെ. അല്ലെ, ഭഗവാന്റെ വിഷമങ്ങളൊക്കെ പോയി പറയാനായിട്ട് ഉദ്ധവനെ അങ്ങോട്ട് വിട്ടു. എവിടെ? വൃന്ദാവനത്തിലേക്ക്. ഞാൻ നിങ്ങളെ ഒന്നും മറന്നിട്ടില്ല, ഞാൻ ഇവിടെ ഭയങ്കര എന്താണ് മിസ്സിങ് ആണ്, ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഐ മിസ് യു ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ വളരെ വിഷമമൊക്കെ പ്രകടിപ്പിച്ചു. അല്ലെ, ഉദ്ധവൻ അത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഭഗവാൻ അവിടെ ഭയങ്കര പ്രയാസമാണ്, അത് എന്നെ പറയാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടാണെന്നും പറഞ്ഞാണ് വളരെ കാര്യത്തില് വളരെ ഗമയില് ഉദ്ധവൻ അവിടെ ചെന്നത്. അവിടെ ചെന്ന് ഗോപികമാരുടെ ആ വിരഹ ദുഃഖമൊക്കെ കണ്ടപ്പോ അപ്പോ എന്താണ് ഉദ്ധവന് മനസ്സിലായി, അയ്യേ അവിടെ ഒന്നുമല്ല, ഭഗവാൻ അവിടെ കാണിച്ചതൊന്നും ഒരു വിരഹവും ഇല്ല, ഇവിടെയാണ് ശരിക്കുള്ള വിരഹം. ഇല്ലേ, ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി. 2 ദിവസത്തേക്ക് അവിടെ വന്നതാണ്. അവിടെ മാസങ്ങളോളം എന്താണ് പുള്ളി അവിടെ നിന്നിട്ടാണ് പോയത്. അപ്പോ ഗോപികമാർ വൃന്ദാവനത്തിൽ ഒരു പുല്ലായി മാറാൻ ഉദ്ധവൻ ആഗ്രഹിച്ചു. അല്ലെ, എനിക്കിവിടെ വേറെ ഒന്നും വേണ്ട, ഞാൻ ഇവിടെ ഒരു പുല്ലായി ജനിച്ചാല് അത് മതി എന്നാണ് ആര് വിചാരിച്ചത്? സന്തത സഹചാരി ആയിട്ടുള്ള ഉദ്ധവർ വിചാരിച്ചത്. കാരണം ഗോപികമാർ അതിനെ ചവിട്ടിമരിക്കും. ഇതാണ് ഏറ്റവും ഉയർന്ന പൂർണ്ണത. അപ്പൊ ആ ചവിട്ടൊക്കെ എനിക്ക് കൊള്ളാമല്ലോ, അതുകൊണ്ട് എനിക്ക് എന്താണ് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ, മോക്ഷം കിട്ടുമല്ലോ എന്നാണ് ആര് വിചാരിച്ചത്? ഉദ്ധവൻ വിചാരിച്ചത്. ഇതാണ് ഏറ്റവും ഉയർന്ന പൂർണ്ണത. അതിനാൽ മോചനം. എന്നാൽ ഗോപീഭർത്ത് പദകമലയോർ ദാസദാസാനുദാസ. വൈഷ്ണവന്റെ ദാസനായ നിങ്ങൾ എത്രത്തോളം ദാസനാകുന്നുവോ അത്രത്തോളം നമ്മുടെ പൂർണ്ണത അവിടെയുണ്ട്. അതാണ് യോഗ്യത. സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ വേദനിർദ്ദേശം. അഹം ബ്രഹ്മാസ്മി, അതൊരു വസ്തുതയാണ്. എന്നാൽ പൂർണ്ണമായ തത്വചിന്ത അറിയാതെ ഞാൻ അഹം ബ്രഹ്മാസ്മി ആകാൻ ശ്രമിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും താഴോട്ട് വീണു പോകും.
ഞാൻ ദൈവത്തിന് തുല്യനാണെന്നൊക്കെ അവർക്ക് തോന്നും അല്ലെ. അഹം ബ്രഹ്മാസ്മി, ഞാനും പരമമായ ദൈവമാണ് എന്ന് അവർ ചിന്തിക്കും അല്ലെ. അങ്ങനെയാണ് ഈ മായാവാദികൾ ചിന്തിക്കുന്നത് അല്ലെ. മോക്ഷം എന്നാൽ ഞാൻ ദൈവവുമായി ഒന്നാകുന്നു എന്നാണ് അവർ വിചാരിക്കുക. അത് നമ്മുടെ നിലപാടല്ല. കൃഷ്ണാപുരത്തിലുള്ളവരുടെ നിലപാട് അതല്ല. നമുക്ക് അതാകാൻ കഴിയില്ല. അത് മറ്റൊരു മായയാണ് അല്ലെ. ആരെങ്കിലും ഞാൻ ഭഗവാനുമായിട്ട് ഒരുമിച്ച് ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഞാനും ഭഗവാനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മായ എന്താ ആക്രമിച്ചിരിക്കുന്നത് അങ്ങേരെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോ മായയുടെ കംപ്ലീറ്റ് എന്താണ് ഇൻഫ്ലുവൻസും അയാളിൽ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് അയാൾ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ മായ പിടിച്ചിരിക്കുന്ന ഇയാളെയാണ് അല്ലെ. അത് മറ്റൊരു മായയാണ്. അതാണ് മായയുടെ അവസാന നിർദ്ദേശം അല്ലെ. ഞാന് ദൈവമാണെന്ന് പറയും. എന്തുകൊണ്ട് നമ്മൾ ഗോപി പർത്തുവിന്റെ ദാസനാകും? നമ്മൾ ദൈവമാണ് അല്ലെ. അതാണ് അവർ പറയുന്നത്. അതാണ് മായ. അതാണ് മായയുടെ അവസാന കെണി. അതിനാൽ അവർ താഴെ വീഴുന്നു അല്ലെ. ആരൂഹ്യ കൃഷ്ണ പദം തഥ പദന്തി അധോ നാദൃത് യശ്മത് അക്രയ. ശ്രീമദ് ഭാഗവതം 10ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത്. അനാദൃത വലിയ തപസ്സും അല്ലെ വൈരാഗ്യവും കൊണ്ട് അവർക്ക് പരമ്പരത്തിലേക്ക് ഉയരാൻ കഴിയും. പരംപദം എന്നാൽ ബ്രഹ്മം എന്ന വ്യക്തമാക്കുന്നത്. നിർവിശേഷ ബ്രഹ്മം, ഭൗതിക അസ്തിത്വത്തിലല്ല, ആത്മീയ അസ്തിത്വത്തിലാണ്. ആരൂഹ്യ അവർക്ക് അതിലേക്ക് ഉയരാൻ കഴിയും. അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈ വസ്തുവല്ല, ഞാൻ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കാൻ. എന്നാൽ ഗോപി ഭർത്ത് പദകമലയോർ ദാസനെ അഭയം പ്രാപിച്ചില്ലെങ്കിൽ അവൻ തീർച്ചയായിട്ടും താഴെ വീഴും. ആരൂഹ്യ കൃഷ്ണശ്രേണ പരം പദം തഥാ പദന്തി അധ. എന്തുകൊണ്ട്? അനാദിത യസ്മത് ആക്രിയ. കാരണം ചൈതന്യ മഹാപ്രഭു പഠിപ്പിക്കുന്നത് പോലെ ഗോപി പുറത്ത് പദകമലയോർ ദാസ താൻ താഴെ വീഴുന്നുവെന്ന് ഒരാൾക്ക് അറിയില്ല അല്ലെ. ഓക്കെ, അവർക്ക് അങ്ങനെയുള്ളവർക്ക് അഭയമില്ല. അനാദൃത യസ്മത് ആഗ്രഹം. അതുകൊണ്ട് നാം എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, കൃഷ്ണനാൽ തിരിച്ചറിയപ്പെടണമെങ്കിൽ, വൃന്ദാവന നിവാസികളാകണമെങ്കിൽ ചൈതന്യ മഹാപ്രഭു നൽകിയ ഈ പാഠം നാം പഠിക്കണം. ഗോപി ഭർത്ത് പദകമലയോർ ദാസാനുദാസ. എത്ര ദാസന്മാർ അങ്ങനെ പോയിട്ട് അതിന്റെ അവസാനം നമ്മൾ നിൽക്കുന്നു, അവരുടെയും ദാസനാകുന്നു, അത്രയും ഉത്കൃഷ്ടമാണെന്ന് അർത്ഥം അല്ലെ. കാര്യം ഈ മറ്റുള്ള ഈ ദാസന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം അതിനകത്ത് ഉണ്ടാവുന്ന അർത്ഥം. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി കൂടുക അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുക. ഞാൻ ഗോപികമാരാകും ഇല്ല അല്ലെ, അത് നമുക്ക് ഒരിക്കലും പറ്റില്ല. നമ്മൾ ഗോപികമാരുടെ ദാസന്റെ ദാസനാകും. അതായത് അല്ലെങ്കിൽ അത് അഹങ്കാരം അല്ലെ. അഹങ്കാര വിമൂഢാത്മ കർത്താകം ഇത് മന്യത ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ വഴിതെറ്റിപ്പെടും. ഇത് ഭൗതിക രോഗമാണ്. എല്ലാവരും പല അഹങ്കാരങ്ങളാൽ നിറഞ്ഞിരിക്കും അല്ലെ. ഞാൻ പറയും ഞാൻ ഇതാണ്, ഞാൻ അതാണ്, ഞാൻ മറ്റു ഇതൊക്കെ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് അല്ലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അഹങ്കരിക്കും. ഈ മാനസികാവസ്ഥ തുടരുന്നിടത്തോളം അതാണ് മായ. അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇത് മന്യത. വാസ്തവത്തിൽ അദ്ദേഹം ആ സ്ഥാനമല്ല. അതിനാൽ ചൈതന്യ മഹാപ്രഭു തുടക്കം മുതൽ തന്നെ പഠിപ്പിക്കുന്നു, ജീവേര സ്വരൂപ ഹേ നിത്യ കൃഷ്ണദാസ. നമ്മൾ എന്താണ്? നിത്യ കൃഷ്ണദാസനാണ് അല്ലെ. ഞാൻ കൃഷ്ണന്റെ നിത്യദാസനാണ്. അതാണ് യഥാർത്ഥ അറിവ്. ഈ അറിവ് എപ്പോ നമുക്ക് കിട്ടും? ബഹുനാം ജന്മനാമെന്ന്. പല ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ജന്മം അല്ലെ, മനുഷ്യജന്മം കിട്ടുകയും അല്ലെ ഈ അറിവ് കിട്ടുകയും ചെയ്യുന്നത് അല്ലെ. അന്തേ ജന്മനാം അന്തേ, അവസാനത്തിലാണ് അത് കിട്ടുക. എന്നാൽ അനേകം ജന്മങ്ങളുടെ പരിശ്രമത്തിന്റെ അവസാനം എന്നാണ്. ജ്ഞാനവാൻ, വിഡ്ഢികളായ തെമ്മാടികളല്ല, ജ്ഞാനവാൻ. പിന്നെ ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രവൃത്തിയത്. ഈ ഗോപി പുറത്ത് പദകമലയോർ ദാസദാസാനുദാസ അല്ലെ. നിരവധി ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ആ ഒരു അറിവ് നമുക്ക് കിട്ടുക. അതിനാൽ ചൈതന്യ മഹാപ്രഭു ഈ ഘട്ടത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു, നമ്മളെ ദാസനാണ്, നിത്യദാസനാണ്. നമ്മൾ സ്വതന്ത്രനായ യജമാനനാണെന്നോ ദൈവമായുള്ള ഒന്നാണെന്നോ അല്ലെങ്കിൽ നിരവധി തെമ്മാടി ആശയങ്ങളാണെന്നോ ഉള്ള ഈ ആശയം ഉപേക്ഷിക്കുക. അത് നല്ലതല്ല. ചൈതന്യ മഹാപ്രഭു പഠിപ്പിക്കുന്നത് പോലെ ഈ പോയിന്റിൽ നിന്ന് ആരംഭിക്കുക. ജീവേര സ്വരൂപ ഹൈ നിത്യ കൃഷ്ണദാസ അല്ലെ. ഭഗവത്ഗീത അവസാനിക്കുന്നിടത്ത് നിന്നാണ് ചൈതന്യ മഹാപ്രഭു പഠിപ്പിക്കുന്നത്. എന്താണ് ഭഗവത്ഗീത എന്താ പഠിപ്പിച്ചത്? അവസാനത്തെ ശ്ലോകം എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃജ അല്ലെ. ഇതാണ് അതിന്റെ ബന്ധം. നമ്മൾ എല്ലാവരും ഇവിടെ യജമാനനാകാൻ ശ്രമിക്കുകയാണ്. ഭഗവാനോട് എന്താ പറയുന്നത്? നിങ്ങൾ ഈ ആശയം ഉപേക്ഷിക്കൂ അല്ലെ. യജമാനൊന്നും ആവണ്ട. പിന്നെയോ ലോകത്തിന്റെ യജമാനാകാൻ നിങ്ങൾ നിരവധി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഞാൻ സർവേ ചെയ്യുന്ന എല്ലാത്തിന്റെയും രാജാവാണ് ഞാൻ അല്ലെ. ഈ ആശയം ഉപേക്ഷിക്കൂ. അപ്പോൾ നിങ്ങൾ ശരിയായ സ്ഥാനത്തായിരിക്കും. സർവധർമാൻ പരിത്യജ്യ മാമേകം. അതിനർത്ഥം ഞാൻ യജമാനനാണ്. നമുക്ക് എന്താണ് സമാധാനമായിരിക്കണമെങ്കിൽ ഞാൻ യജമാനാണെന്ന് ഈ നിർദ്ദേശം ചെയ്യും അല്ലെ. അല്ലെ, അതങ്ങനെയല്ല. നമ്മളെ വെറും ദാസനാണ്. അതുകൊണ്ട് യമനാചാര്യൻ പറഞ്ഞു, തദാഹം ഏകാന്തിക നിത്യകിങ്കര പ്രഹർഷ്യാമി സനാത ജീവിതം
അല്ലെ? എന്താണ്? ഞാൻ പല ജീവിതങ്ങളിലും എന്നെ തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിനാൽ ഭവന്തം ഏവാനുചരൻ നിരന്തര പ്രശാന്ത ശേഷ മനോരന്തര. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, എന്റെ കർത്താവെ, ഞാൻ ഇപ്പോൾ നിരന്തരം നിന്റെ ദാസനാകും. ആര് പറഞ്ഞത്? യമുനാചാര്യർ. എന്റെ കർത്താവെ, എന്റെ ഭഗവാനെ, ഞാൻ എന്നാണ് നിന്റെ ദാസനാകുക? ഭവന്തം ഏവാനുചരൻ, അല്ലെ? എപ്പോൾ? മനോരന്തര. ഇനി ഇതൊന്നും ഭവന്തം, അല്ലെ? ഞാൻ ഏറ്റവും ശ്രദ്ധേയമുള്ള സേവകനാകുമ്പോൾ അന്നാണ് ഞാൻ രക്ഷപ്പെടുക. ഞാൻ അന്നാണ് ആനന്ദഭരിതനാകുന്നത്. ഹൃശ്രയിഷ്യാമി, അല്ലെ? അതാണ് എന്താണ് യമുനാചാര്യർ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗോപി ഭർത്തു കമലയോർ പാദ കമലയോർ ദാസാനുദാസ അതാവുക, അല്ലെ? അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മൾ ജീവിതം തന്നെ രക്ഷപ്പെട്ടു എന്നാണ്. നമ്മൾ ആരുടെയും യജമാനല്ല, അല്ലെ? നമ്മൾ വെറും ദാസനാണ്. ആരുടെ? ഭഗവാന്റെ ദാസനാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ദാസന്റെ 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 ദാസനാണ് എന്ന് മാത്രം വിചാരിച്ചാല് നമ്മുടെ ജീവിതം പൂർണ്ണമാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുമെന്ന്. ഹരേ കൃഷ്ണ. ഹരീഷ്ണ പൂജ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, ഈ ഫാൾസ് ഈഗോ റിയൽ ഈഗോ ആയിട്ട് മാറുന്നു പ്രഭുജി പറഞ്ഞു. അതൊന്ന് ഫാൾസ് ഈഗോ. ഫാൾസ് ഈഗോ എന്ന് പറഞ്ഞാല് നമുക്കൊരു ഈഗോ ഉണ്ട്, അതാവാം. ഫാൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ തെറ്റായ ഈഗോ, അല്ലെ? തെറ്റായ ഞാൻ എന്ന ഭാവം, അത് അഹങ്കാരം. അത് അഹങ്കാരം എന്ന് പറഞ്ഞാല് ഞാനാണെന്നുള്ളതാണ്. അതായത് ഞാൻ എന്താണ്? ഈ ശരീരമാണ്, അല്ലെ? എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് അഹങ്കാരം. അഹങ്കാര വിമൂഢാത്മം, അല്ലെ? എന്നാല് ഞാന് ഭഗവാന്റെ ഒരു അംശമാണ്. ഭഗവാൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഭഗവാനെ ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ് എന്നറിയുന്നത് ശരിക്കുള്ള ഈഗോയാണ്, ശരിക്കുള്ള അഹങ്കാരം. നമുക്ക് അങ്ങനെ അഹങ്കരിക്കാം. എന്താ കാര്യം? നമ്മളൊരു മൾട്ടി മില്യണറുടെ മകനാണ്, അല്ലെ? അല്ലെങ്കിൽ മകളാണ്. കാര്യം എന്താണ്? ഭഗവാനാണ് ഈ ലോകത്തിന്റെ എല്ലാ സ്വത്തിന്റെ അവകാശം, അല്ലെ? അദ്ദേഹത്തിന്റെ കുഞ്ഞാണ് നമ്മൾ, അദ്ദേഹത്തിന്റെ മകനാണ് നമ്മൾ, അദ്ദേഹത്തിന്റെ മകളാണ് നമ്മൾ. അപ്പോ അങ്ങനെ ഒരു അഹങ്കാരം നമുക്കാവാം. വി ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലോർഡ് ശ്രീകൃഷ്ണ. നമ്മൾ ഭഗവാന്റെ അംശമാണെന്നുള്ളൊരു അഹങ്കാരം നമുക്കാവാം. അത് ശരിക്കുള്ള ഈഗോ, ശരിക്കുള്ള അഹങ്കാരം, അതാവാം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഉണ്ടാകുന്നത് ഫാൾസ് ഈഗോ, അല്ലെ? ഞാനാണ്, ഞാൻ ഈ ശരീരമാണ്, അല്ലെ? എന്നെ എല്ലാവരും സേവിക്കണം, ഞാനൊരു യജമാനനാണെന്നുള്ളൊരു ചിന്തയാണ് ഫാൾസ് ഈഗോ. മനസ്സിലായോ മാതാജി? വളരെ വളരെ ചുരുക്കി പറഞ്ഞതായി.